ഹേ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് അച്ഛമ്മ വയ്യാണ്ട് കിടക്കുകയായിരുന്നു. അച്ഛമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛമ്മയാണ്. വയ്യാണ്ട് കിടക്കണ കാലം കൊണ്ട് നമ്മളൊന്ന് അച്ഛമ്മനെ കാണാൻ പോയി. അപ്പോൾ അച്ഛമ്മനെ ഹോസ്പിറ്റലിൽ നിന്ന് ഓൾറെഡി വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശശാപ്പൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഭയങ്കര സംസാരമാണ് അഞ്ജലി ചേച്ചിനായിട്ട്. ഇത് പിങ്കി മാമിയുടെ മോളാണ് കേട്ടോ. അങ്ങനെ കുറേ റിലേറ്റീവ്സ് ഉണ്ട്. സൗരവ് ഇതാ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുൾ ബഹളാണ് കേട്ടോ ആൾക്കാരൊക്കെ ആയിട്ട്. അപ്പോൾ അതാ അച്ഛമ്മ കിടക്കണം. അച്ഛമ്മയ്ക്ക് ഭയങ്കര വീസിങ് ആയിട്ട് ICUലായിരുന്നു. ഇപ്പോൾ ആൾ ഓക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ നോക്ക് അച്ഛമ്മ ഹായൊക്കെ കാണിക്കും കേട്ടോ. ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ കല്യാണത്തിന് വരാൻ പറ്റാത്തതിൽ. അപ്പോഴാണ് നമുക്ക് സർപ്രൈസ് ആയിട്ട് അവിടെ ബാലമാമനും കാർത്തിയാനി ടീച്ചറും വന്നത്. അച്ഛനെ മാത്സ് പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഓരോ പണ്ടത്തെ കഥകളും പറഞ്ഞിരിക്കുകയായിരുന്നു. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഓരോ കഥകളും അച്ഛൻ്റെ ഓരോ കുറുമ്പും. അച്ഛൻ ക്ലാസ് ലീഡർ ആയിരുന്നു എന്നൊക്കെയാണ് പറയണത് കേട്ടോ. അച്ഛൻ സ്മാർട്ടായിരുന്നു എന്നാണ് പറയണത്. പിന്നെ അതാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു.